നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഒരു ജംബോ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിനെ കുറിച്ച് നിങ്ങളെ ഇൻഫോം ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ജംബോ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി, അതായത് അവരുടേതായ മേഖലയിലെ ഏറ്റവും വലിയ കമ്പനി, അവർ നടത്തുന്ന ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്ന 2025 ഒരു അവസരം. എല്ലാ സയൻസ് ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം. കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള ഏറ്റവും മികച്ച അവസരം. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, TCS എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനി അവരുടെ 2025 ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് ജനുവരിയിലേക്കാണ് സെലക്ഷൻ പ്രോസസ്സ് എല്ലാം നടക്കുക. ഏതായാലും മികച്ച ഒരു അവസരമാണ്. സയൻസ് സബ്ജക്റ്റുകൾ ഡിഗ്രി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച ഒരു അവസരമാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായി ഒന്ന് കാണാൻ ശ്രമിക്കുക. അതിൽ പറയുന്ന വെബ്സൈറ്റ് ലിങ്കുകളൊക്കെ ഒന്ന് സന്ദർശിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കൃത്യസമയത്ത് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനി ടാറ്റ കൺസൾട്ടൻസി സർവീസസ് 2025 പ്രധാനപ്പെട്ട 2 പൊസിഷനുകളിലേക്കുള്ള ആപ്ലിക്കേഷനാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് TCS BSc ഇഗ്നൈറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്. അതുപോലെ തന്നെ സ്മാർട്ട് എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ. അപ്പം BSc ഇഗ്നൈറ്റ് ആൻഡ് സ്മാർട്ട്, ഈ 2 പൊസിഷനുകളിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് സയൻസ് ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പൊസിഷൻസ് ആണ്. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 പാസ് ഔട്ടായ BSc-കാർക്കും BCA-കാർക്കുമാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. BCA എന്ന് പറയുമ്പോൾ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ BSc ഒരുപിടി BSc-കാർക്ക് അപ്ലൈ ചെയ്യാം. ഏതൊക്കെ BSc ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BSc IT, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc മാത്സ്, BSc ഡേറ്റ സയൻസ്, BSc സ്റ്റാറ്റിസ്റ്റിക്സ്, BSc ഫിസിക്സ്, BSc ഇലക്ട്രോണിക്സ്, BSc കെമിസ്ട്രി, BSc സൈബർ സെക്യൂരിറ്റി, BSc ബയോ കെമിസ്ട്രി. അതും അല്ല എങ്കിൽ BVOC ബാച്ചിലർ ഓഫ് വൊക്കേഷൻസ് എന്ന് പറയുന്ന കോഴ്സുണ്ട്. BVOC കമ്പ്യൂട്ടർ സയൻസ് ഓർ BVOC IT. ഇത്രയധികം കോഴ്സുകളിൽ പഠിക്കുന്ന 2025 നിങ്ങൾ പാസ് ഔട്ട് ആകാൻ പോകുന്ന, ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഇത് ഏറ്റവും മികച്ച ഒരു അവസരം തന്നെയാണ്. അപ്പോൾ ഈ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറയാം. ഇതിനകത്ത് കുറച്ച് അഡ്വാൻറ്റേജുകളുണ്ട്. ഇപ്പം നിങ്ങളിൽ പലരും ഡിഗ്രി പഠിക്കാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഇത് കഴിഞ്ഞ് PGക്ക് പോകാനായിട്ട് പ്ലാനുള്ളവർ കാണും. ഇപ്പോൾ ഡിഗ്രി BSc ഫിസിക്സ് ചെയ്യുകയാണ്, പക്ഷേ എനിക്കൊരു MSc ഫിസിക്സ് ചെയ്യണം, അല്ലെങ്കിൽ BCA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഒരു MCA കൂടെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ മികച്ചതായിരിക്കുമോ എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. സത്യാവസ്ഥ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. നിങ്ങൾ BCA പഠിക്കുമ്പോൾ കിട്ടുന്ന അവസരങ്ങളുടെ അത്രയും നല്ല അവസരം MCA കഴിഞ്ഞ് ഒരുപക്ഷേ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ BSc കഴിയുന്ന അത്രയും നല്ല അവസരം MSc-കാർക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അവസരം, TCS നൽകുന്ന ഈ അവസരത്തിന് ഒരു ഡബിൾ ഹെഡഡ് ആരോ അല്ലെങ്കിൽ ഡബിൾ ഹെഡഡ് സ്പിയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു ഇരുതല വാളിൻ്റെ അഡ്വാൻറ്റേജ്, അതായത് 2 വശത്തും നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ BCA അല്ലെങ്കിൽ BSc കഴിഞ്ഞ് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ജോലി കിട്ടി. അതായത് TCS പോലെ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയിൽ നിങ്ങൾക്കൊരു ജോലി. അതിനോടൊപ്പം അവരൊരു കാര്യം ഓഫർ ചെയ്യുന്നുണ്ട്, ഒരു ഹയർ സ്റ്റഡി ഓപ്ഷൻ. അതായത് ഇന്ത്യയിലെ ഏതെങ്കിലും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് നല്ല ഒരു MS അല്ലെങ്കിൽ MSc കോഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ആരൊരുക്കി തരും? TCS തന്നെ ഒരുക്കി തരും. അവരുടെ ചിലവിൽ നിങ്ങൾക്ക് പഠിക്കാം, അല്ലേ? അപ്പം നിങ്ങൾ TCSലൊരു ജോലിയോടൊപ്പം TCSൻ്റെ എക്സ്പെൻസിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനത്തിൽ പഠിക്കാനുള്ള അവസരം കൂടെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അതുപോലെ ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി പേ പാക്കേജാണ്. അതായത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ 2025 നിങ്ങളിതിൽ ജോയിൻ ചെയ്താൽ 2027 ആകുമ്പോൾ നിങ്ങളുടെ സാലറിയിൽ ഏതാണ്ട് 2.5% വർധന വരുമെന്നാണ് TCS അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു 2 വർഷം കൊണ്ട് ശമ്പളം 2.5 ഇരട്ടി കൂടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് പേ പാക്കേജ് പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന ഒരു അവസരം കൂടെ TCS തരുന്നുണ്ട്. അക്കാര്യത്തിൽ ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എല്ലാം അങ്ങനെയാണ്. അവരുടെ ശമ്പളം അല്ലെങ്കിൽ സാലറി സ്കെയിലൊക്കെ ഏറ്റവും മികച്ചത് അവരെപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. ഇനി ഇതിന് മറ്റു 1-2 അവസരങ്ങളൂടെ ഉണ്ട്. 50% മാർക്ക് 10th-ലും +2-ലും ഗ്രാജുവേഷനും മതി എന്നവർ പ്രത്യേകം പറയുന്നുണ്ട്. പല ഓപ്പർച്യൂണിറ്റികൾക്കും 60% മുൻകാലങ്ങളിലൊക്കെ കമ്പനികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് 50% ആണ് 10th-ൽ +2-ൽ ഗ്രാജുവേഷനൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വേണം എന്ന് പറയുന്നത്. പക്ഷേ അത് ഉറപ്പാക്കുകയും വേണം. കാരണം 10th-ലോ +2-ലോ ഇതിൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് 50% ഈസ് ഓക്കെ ഐ തിങ്ക്. കാരണം 50% മിക്കവാറും എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു നല്ല ഡിഗ്രി സയൻസ് ഗ്രൂപ്പിൽ
ഗ്രൂപ്പിൽ പഠിക്കുന്നയാളാണെങ്കിൽ. ഇനിയും ഇതിനകത്ത് മറ്റൊരു ഓപ്ഷനോട് അവർ പറയുന്നുണ്ട്, ഒരു ബാക്ക്ലോഗ് വരെ ഇവർ അനുവദിക്കും. അതായത് നിങ്ങളിപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പേപ്പർ അരിയറുണ്ട്, അത് നിങ്ങൾക്ക് ഇതുവരെ എഴുതി ക്ലിയർ ആക്കാൻ സാധിച്ചിട്ടില്ല നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. പണ്ടാണെങ്കിൽ പല കമ്പനികളും അങ്ങനെ സമ്മതിക്കില്ല, ഇൻഫോസിസ്, വിപ്രോ എന്നും ഒരിക്കലും സമ്മതിക്കാറില്ലായിരുന്നു. പക്ഷേ TCSനെ സംബന്ധിച്ച് ഒരു ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ അവർ സമ്മതിക്കും. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ പറ്റില്ല, പക്ഷേ ഒരെണ്ണമേ ഉള്ളൂ, പക്ഷേ അതിപ്പോഴും ക്ലിയർ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾ എലിജിബിൾ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കോഴ്സ് തീരുമ്പോഴത്തേക്കും ഈ ഉള്ള ഒരു ബാക്ക്ലോഗ് തീർത്തെടുത്തിരിക്കണം എന്നുള്ള ഒരു നിഷ്കർഷ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ബാക്ക്ലോഗൊക്കെ പറ്റി പോയതുകൊണ്ട് അവസരം പോയി എന്ന് ഭയപ്പെടേണ്ട, അവർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ ഉള്ളൊരു കാര്യം, 24 മാസം ത്തിൽ കൂടുതൽ ഒരു കരിയർ ഗ്യാപ്പ് വരരുത്. അതായത് +2 കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഡിഗ്രി ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം +2 കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞാണ് ഡിഗ്രി പഠിച്ചത്, അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കാൻ തുടങ്ങി അതിനുശേഷം ഒരു ഗ്യാപ്പ് വന്നു, പിന്നെ 2 വർഷം കഴിഞ്ഞാണ് ബാക്കി കണ്ടിന്യൂ ചെയ്തത്, അത് പറ്റില്ല. അപ്പം എപ്പോഴെങ്കിലും നിങ്ങളുടെ അക്കാഡമിക്സിൽ ഒരു 2 വർഷത്തെ ഗ്യാപ്പ്, 24 മാസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഓപ്പൺ സ്കൂൾ രീതിയിൽ പഠിച്ചവർക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓപ്ഷനുകൾക്കും അംഗീകരിക്കും. പക്ഷേ അതല്ലാതെ ഉള്ള ഫുൾ ടൈം അല്ലാത്ത കോഴ്സുകൾ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് ഓർക്കുക. നിങ്ങളുടെ പ്രായപരിധി 18-നും 28-നും ഇടയ്ക്കായിരിക്കണം എന്നുള്ള കാര്യം ഓർക്കുക. ഒരു ഫുൾ ടൈം ഡിഗ്രി കോഴ്സ് ചെയ്ത ആളായിരിക്കണം എന്നുള്ളതും ഓർക്കുക. ഇനി ഇതിൻ്റെ സെലക്ഷനെ കുറിച്ച് ചോദിച്ചാൽ, ആദ്യം ഒരു ടെസ്റ്റാണുള്ളത്. നാച്ചുറലി TCS പോലുള്ള സ്ഥാപനങ്ങൾക്ക് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, വ്യക്തമായ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അവർ നടത്തും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനകത്ത് ന്യൂമറിക്കൽ എബിലിറ്റി പരിശോധിക്കുന്ന ഭാഗങ്ങൾ കാണും, വെർബൽ എബിലിറ്റി പരിശോധിക്കുന്ന ഭാഗങ്ങൾ കാണും, റീസണിങ് എബിലിറ്റി പരിശോധിക്കുന്ന ഭാഗങ്ങൾ കാണും. അതുകൂടാതെ കോഡിങ് പരിശോധിക്കുന്ന ഒരു സംഭവമുണ്ട്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നല്ലൊരു സ്കോറൊക്കെ കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് അവരുടെ സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയായിരിക്കാം അത്. എനിവേ അതൊരു ഓപ്ഷണൽ കാര്യമാണ് എന്ന് അവരുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 കാര്യങ്ങൾ അപ്പോൾ മസ്റ്റായിട്ട് ചെയ്യണം. ഒന്ന് ന്യൂമറിക്കൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി ആൻഡ് റീസണിങ്. അപ്പോൾ ഇതിനു വേണ്ടി നല്ല രീതിയിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയുള്ള പരിശീലനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഇനി അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്താണ് ഒരു ഇമ്മീഡിയസി ഉള്ളത്. ഇമ്മീഡിയസി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം, ഇപ്പം തന്നെ ചെയ്യേണ്ട കാര്യം, ഈ വീഡിയോ കണ്ടാൽ ഉടൻ തന്നെ ചെയ്യേണ്ട കാര്യം, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ ഏറ്റവും ആദ്യം അപ്ലൈ ചെയ്യുന്നവർക്ക് അവരുടെ അടുത്തുള്ള സ്ഥലങ്ങളിലെ TCSൻ്റെ ടെസ്റ്റ് സെൻറ്ററുകളിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കേരളത്തിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള TCSൻ്റെ ടെസ്റ്റ് സെൻറ്റർ, കേരളത്തിൽ പല സ്ഥലങ്ങളിൽ TCS അല്ലെങ്കിൽ അവരുടെ ടെസ്റ്റ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് സെൻറ്റർ എവിടെയാണോ നിങ്ങളുടെ ഏറ്റവും അടുത്തത്, അത് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഏറ്റവും നേരത്തെ അപ്ലൈ ചെയ്താലാണ്. കാരണം ലേറ്റ് ആയി പോയാൽ നിങ്ങളുടെ അടുത്തുള്ള ടെസ്റ്റ് സെൻറ്റർ ഫില്ലായി പോയി കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള മറ്റേതെങ്കിലും സെൻറ്റർ ആയിരിക്കും തരിക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വളരെ അടുത്തൊരു ടെസ്റ്റ് സെൻറ്റർ ഉണ്ടെങ്കിൽ അത് കിട്ടാതെ പോയി താമസിച്ചാണ് അപ്ലൈ ചെയ്തത്, പിന്നെ കിട്ടുന്നത് ചിലപ്പോൾ തമിഴ്നാട്ടിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ കോഴിക്കോടുള്ള ആൾക്ക് തിരുവനന്തപുരത്തുള്ളതാകാം, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ആൾക്ക് കണ്ണൂരുള്ളതാകാം, ഇനി അതുമല്ല ബാംഗ്ലൂരോ മംഗലാപുരത്തോ ആകാം. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഏറ്റവും നേരത്തെ അപ്ലൈ ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ TCSൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടൽ എന്ന് പറയുന്നത് ആപ്ലിക്കേഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു പോർട്ടലാണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ പല ഓപ്ഷനുകളുണ്ട്. അതിനകത്ത് IT എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനകത്ത് തന്നെ നിങ്ങളുടെ ഒരു ലോഗിൻ ഡീറ്റെയിൽസ്, ഇമെയിൽ ID ഒക്കെ കൊടുത്ത് നിങ്ങളൊരു ഇമെയിൽ ID കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു OTP കാര്യങ്ങളൊക്കെ വരും. ആ കാര്യങ്ങളെല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. ആധാർ നമ്പർ ചോദിക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സമയത്ത് ആധാർ നമ്പറൊക്കെ കൊടുത്ത് നിങ്ങളുടെ ആധാറൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. പിന്നെ അപ്ലൈ ഫോർ ഡ്രൈവ് എന്നൊരു ഓപ്ഷൻ അതിൽ കാണാം. ഈ അപ്ലൈ ഫോർ ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാൻ. അവിടെയാണ് ഈ ചൂസ് ഇൻ സെൻറ്റർ ഓപ്ഷൻ വരുന്നത്. അതായത് എങ്ങനെയാണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നിടത്തുള്ളത്, ഇൻ സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ആ ഇൻ സെൻറ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റർ എവിടെയാണെന്ന് ചൂസ് ചെയ്യാനൊരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സെൻറ്റർ ഒന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇത് ഒറ്റ പ്രാവശ്യമേ നിങ്ങൾക്ക് ആ സെൻറ്റർ ചൂസ് ചെയ്യാനുള്ള ടെസ്റ്റ് സെൻറ്റർ ചൂസ് ചെയ്യാനുള്ള അവസരമുള്ളൂ. അതൊരിക്കൽ ഫിക്സ് ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ നിങ്ങൾക്ക് അവസരമില്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ സെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം, ബാക്കി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാം. ഇത് അപ്ലിക്കേഷൻ കറക്റ്റായിട്ട് ചെയ്താൽ അപ്ലൈ ഫോർ ഡ്രൈവ് എന്നുള്ളത് ഓപ്ഷൻ മാറി അപ്ലൈഡ് ഫോർ ഡ്രൈവ് എന്നായിട്ട് അവിടെ വരും. ഈ അപ്ലൈഡ് ഫോർ ഡ്രൈവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നോക്കി ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. വളരെ ശ്രദ്ധയോടെ ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ശ്രമിക്കുക. ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ജനുവരി 10-ാം തീയതിയാണ്. അപ്പോൾ ജനുവരി 10 വരെ വെയിറ്റ് ചെയ്താലുള്ള പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെ സംഭവിക്കാതെ ഏറ്റവും പെട്ടെന്ന്, ഈ വീഡിയോ കാണുന്ന ഒരാളാണ് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇന്ന് തന്നെ അതിനുവേണ്ടി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും മികച്ച ഒരു അവസരമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഭാഗമാകാൻ, അതും അവരുടെ എക്സ്പെൻസിൽ ഹയർ സ്റ്റഡീസ് നടത്താൻ, വളരെ നല്ലൊരു പേ പാക്കേജ് കിട്ടാൻ, വളരെ വലിയൊരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി. നിങ്ങളൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങളെ അവർ ട്രെയിൻ ചെയ്ത് ഒരു മികച്ച സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആക്കി മാറ്റുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്. അതുകൊണ്ട് ഇതൊരു ജോലി എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഇതൊരു കരിയർ ഡെവലപ്മെൻറ്റിനുള്ള ആദ്യ നടപടി കൂടിയാണ്. അതുകൊണ്ട് ഒരു ജംബോ റിക്രൂട്ട്മെൻറ്റാണ്, വലിയ നമ്പേഴ്സാണ്. 50-100 പേരെ അല്ല അവർക്ക് വേണ്ടത്, വലിയ നമ്പേഴ്സാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ മിടുക്കരാണ്, നിങ്ങൾക്ക് അതിലൊരു കഴിവുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾക്കൊരു അവസരവുമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും ശോഭനമായ ഒരു ഭാവി ഇതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും 2 അതിലധികമോ വീഡിയോസ് തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ നേരിട്ട് നിങ്ങളിലേക്ക് തന്നെ എത്തും. വൺസ് അഗെയിൻ, thanks for watching and wish you all the best.